ഇസ്ലാം പറഞ്ഞുവല്ലോ, ഫഖദിസ്തക്മല നിസ്ഫുൽ ഈമാൻ. ഒരു പെൺകുഞ്ഞിന് ജീവിതം കൊടുക്കൽ, പരസ്പരം ഇണകൾ കൈകോർത്തൊരു ജീവിതത്തിലേക്ക് നടന്നു കയറൽ, നിക്കാഹ് എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണ് നീ പൂർത്തിയാക്കിയിരിക്കുന്നത്. ദീനിന്റെ പകുതി നീ പൂർത്തിയാക്കി. അത്രയും മഹത്വമായ വലിപ്പമുള്ള ഒരു വലിയ പുണ്യമായ കർമ്മം അല്ലാഹ് ചിന്തിക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ സ്നേഹം നിറഞ്ഞ മുസ്ലിമേ, സ്നേഹത്തോടെ ആദരവോടെ പറയട്ടെ, മഞ്ഞയും ചുമപ്പും കറുപ്പും നിക്കാഹിന്റെ പേരുകൾക്ക് മാറ്റം വരുത്തിയിട്ട് പരിഷ്കാരങ്ങൾ കാട്ടിയിട്ട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നിക്കാഹിന്റെ സദസ്സുകൾ? മഞ്ഞ കല്യാണം, ചുമന്ന കല്യാണം, കറുത്ത കല്യാണം, പേരുകൾ ഏതൊക്കെയോ വർഗത്തിലാണ്. എവിടെ എത്തി നിൽക്കുന്നു സമുദായത്തിൽ ഇന്ന് നിക്കാഹിന്റെ വേദികൾ? ഈ സമുദായത്തിന്റെ വിവാഹ വേദികളാണ് ഏറ്റവും മോശമായത്, ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ തരം താഴ്ന്നു പോയത്. ഈ സമുദായത്തിൽ നടക്കുന്ന നിക്കാഹുകളാണ് പലപ്പോഴും. വേദനയോടെയാണ് പറയുന്നത്. അപ്പമാരേ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരേ, ഇത്തരം തോന്നിവാസങ്ങൾക്ക് നിന്റെ പൊന്നുമോളെ നീ കുരുതി കൊടുക്കരുത്. അവന്റെ കൈകളിലേക്ക് നിന്റെ പൊന്നുമോളെ നീ കുരുതി കൊടുക്കരുത്. അല്ലാഹുവിന്റെ പൊരുത്തം നിനക്ക് കിട്ടൂല, പടച്ചവന്റെ പൊരുത്തം നിനക്ക് കിട്ടൂല. റഹ്മത്തിന്റെ മലായികത്തുകളുടെ പ്രാർത്ഥന നിന്റെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവൂല. കാരുണ്യത്തിന്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്നികാഹു മിൻ സുന്നതി. നിക്കാഹ് എന്റെ ചര്യയാണ്, അത് ഞാൻ പഠിപ്പിച്ചു തന്ന മാന്യമായ രൂപത്തിലും രീതിയിലും ഭംഗിയിലും നടത്തണം, സന്തോഷത്തോടുകൂടി നടത്തണം, വളരെ സന്തോഷത്തോടുകൂടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അത്തരം വേദികൾ ഒരിക്കലും അനാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കരുത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. അവര് പിശാചിന്റെ ലോകത്താണ്, പൈശാചികതയുടെ വലകളിൽ പെട്ടുപോയവരാണ്. അവരുടെ പ്രവൃത്തികൾ അങ്ങനെയാണ്, ചെയ്തികൾ അങ്ങനെയാണ്, ചിന്തകൾ അങ്ങനെയാണ്. അല്ലാഹ്